ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുവാൻ കർത്താവ് ചെയ്ത കൃപയ്ക്കായ സ്തോത്രം. എന്നെക്കാൾ എത്ര ശ്രേഷ്ഠരായ നിങ്ങളുടെ മുൻപിൽ നിന്ന് കർത്താവിൻ്റെ വചനം വിളിച്ച് പറയുവാൻ കർത്താവ് ചെയ്ത വലിയ കൃപയ്ക്കായ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ചിന്തയ്ക്കായി ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെ ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായി മാറുവാൻ കഴിയും? ഹല്ലേലൂയ. കർത്താവിൻ്റെ ശിഷ്യനായി മാറണമെങ്കിൽ ഒരു വ്യക്തി പ്ലസ് വണ്ണിലോട്ട് കടക്കണമെങ്കിൽ 10 പരീക്ഷ, വലിയൊരു പരീക്ഷ അവൻ്റെ മുൻപിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അത് ജയിച്ച് പുറത്ത് വന്നാൽ മാത്രമേ അവന് പ്ലസ് വണ്ണിലോട്ട് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ വചനം പഠിപ്പിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ശിഷ്യനായി മാറണമെങ്കിൽ ചിലത് ത്യജിക്കേണ്ടി വരും. ഹല്ലേലൂയ. ചിലത് ഉപേക്ഷിക്കേണ്ടി വരും, ചിലത് കർത്താവിൽ നിന്ന് മാറ്റിവെക്കേണ്ടി വരും. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവേ എന്നൊന്ന് പണിയണമേ എന്ന് പ്രാർത്ഥനയിലായിരുന്നു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കൃപ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നുണ്ട്, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ ജീവിത സാഹചര്യത്തിൽ കൂടെ കർത്താവ് അനേക പ്രശ്നത്തിലൂടെ കടന്നു പോകുവാനിടയായി, അനേക പ്രതിസന്ധിയിലൂടെ, അനേക ശോധനയിലൂടെ. ഹല്ലേലൂയ. മുറിവിൻ്റെ വേദനയും സംസാരത്തിൻ്റെ വേദനയും, അങ്ങനെ പല വേദനയുടെ നടുവിൽ പലരും കർത്താവിനെ ഉറ്റപ്പെടുത്തി മാറിപ്പോയ സ്ഥാനത്ത്, പലരും കർത്താവിനെ തള്ളിക്കളഞ്ഞ് മാറിപ്പോയ സ്ഥാനത്ത് കർത്താവ് അവിടെ വീഴാതെ വണ്ണം ദൈവത്തിനെ കുറിച്ച്, സ്വർഗരാജ്യത്തിനെ കുറിച്ച് അനേകം വചനങ്ങൾ പ്രസംഗിച്ച് മറ്റുള്ളവരെ സൗഖ്യമാക്കിയും മറ്റുള്ളവരുടെ ഭൂതത്തെ പുറത്താക്കിയും ഹല്ലേലൂയ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് മാനസാന്തരപ്പെടുവാനും സ്നാനമെടുക്കുവാനും ഒക്കെയും കർത്താവ് പ്രസംഗിച്ച് മുന്നോട്ട് പോയ കാര്യങ്ങൾ നമ്മൾ മത്തായി മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. പക്ഷേ വചനം പഠിപ്പിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ശിഷ്യൻ പ്രിയ ശിഷ്യനായി മാറണമെങ്കിൽ ചിലത് ത്യജിക്കേണ്ടി വരും. മത്തായി അതിൻ്റെ 16-ാം അധ്യായം 24, 25 വാക്യം ഒന്ന് വായിക്കാം. മത്തായി അതിൻ്റെ 16-ാം അധ്യായം 24, 25 വാക്യം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച്. ഹല്ലേലൂയ. തന്നെ താൻ ത്യജിച്ച്. നമ്മളെ ത്യജിക്കണം. നമ്മുടെ പാപ സ്വഭാവങ്ങളെ, നമ്മുടെ പാപം ചെയ്യിപ്പിക്കുന്ന ഈ ഭൂമിയിലുള്ള സകലതും ത്യജിപ്പിച്ചിട്ട് വേണം കർത്താവിൻ്റെ പിന്നാലെ നടക്കുവാൻ യോഗ്യത ഉള്ളവനായി മാറുവാൻ പറ്റത്തുള്ളൂ. ഗലാത്യരിൽ പറയുന്നുണ്ട്, നീ ബലം കായ്ക്കണം. 9 ബലങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ 9 ബലങ്ങളും നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഈ 9 ബലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മൾ തന്നെ ഒന്ന് പുറകോട്ട് ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായി മാറുവാൻ ഹല്ലേലൂയ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയത്തുള്ളൂ. വചനം പഠിപ്പിക്കുന്നുണ്ട്, ഇടയൻ്റെ ശബ്ദം ആടുകൾ കേൾക്കുന്നുണ്ട്. ആ ശബ്ദം അനുസരിച്ച് അവൻ നടക്കുകയും മേച്ചിൽ ചെയ്യുകയും ഒക്കെയും ചെയ്യുന്നു. അവൻ അകത്ത് വരികയും അവൻ പുറത്തു പോകുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശബ്ദം ഒരു വ്യക്തി കേൾക്കണമെങ്കിൽ അവൻ പ്രിയ പൈതലായി മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകലിലും ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, പ്രിയ പൈതലായി മാറണമെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം. ഹല്ലേലൂയ. എങ്ങനെ ത്യജിക്കുവാൻ പറ്റും? നമ്മുടെ പാപ സ്വഭാവത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മാനുഷിക ചിന്തയിലും മാനുഷിക ബുദ്ധിയിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നമുക്ക് പറ്റത്തില്ല. പലതും മാറ്റിവെക്കുവാനും
പല സ്വഭാവങ്ങളും മാറ്റുവാനും കഴിയത്തില്ല. പക്ഷെ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് പ്രവർത്തിക്കും. അവിടെ വലിയൊരു വിടുതൽ ഉണ്ടാകുവാൻ കർത്താവ് സർവശക്തനാണ്. നമ്മൾ ഈ ഭൂമിയിലൊക്കെ നോക്കുമ്പോൾ ഹല്ലേലൂയ, സൂര്യൻ മാറുമ്പോഴാണ് അവിടെ ഇരുട്ട് വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ, സൂര്യൻ പ്രകാശിച്ചു വരുമ്പോഴാണ് ഹല്ലേലൂയ അവിടെ വെളിച്ചം വരുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് പകൽക്കാലം ഇരുളായി കിടക്കുന്ന അവസ്ഥയിൽ ആണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കർത്താവിനോട് പറയണം, വെളിച്ചമാകുന്ന കർത്താവേ, എൻ്റെ മേലൊന്ന് ഉദിക്കണമേ, എൻ്റെ പാപത്തിന്റെ സ്വഭാവങ്ങൾ ഉടച്ചു കളയണമേ. ഞാൻ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ പൈതലായി മാറേണ്ടത്, ഞാൻ അങ്ങയുടെ ശിഷ്യനായി മാറേണ്ടതിന് എന്നെ തന്നെ ത്യജിക്കുവാൻ തക്കതായ ദൈവത്തിന്റെ ശക്തിയെ പകരണമേ. ഹല്ലേലൂയ. കർത്താവ് ഈ മേഖലകളിലൊക്കെ നോക്കാമെങ്കിൽ കർത്താവ് ശുശ്രൂഷ തികയ്ക്കുവാനും ഹല്ലേലൂയ അങ്ങോട്ട് വന്നപ്പോൾ യൂദ ഹല്ലേലൂയ കർത്താവിനെ തള്ളിപ്പറഞ്ഞും കർത്താവിനെ ഒറ്റിയും ഹല്ലേലൂയ കർത്താവിനെ ഹല്ലേലൂയ തകർക്കുവാൻ കൊണ്ടുപോയ സമയത്ത്, ഈ വേദനയുടെയൊക്കെ സമയത്ത് കർത്താവ് വീണു പോകാതിരുന്ന എന്താണ്? ഹല്ലേലൂയ, നിറഞ്ഞൊരു സ്നേഹം, നിറഞ്ഞൊരു പ്രത്യാശ, നിറഞ്ഞൊരു ഹല്ലേലൂയ ആത്മാർത്ഥമായൊരു ഇഷ്ടം. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇവിടെ വചനം പറയുന്നുണ്ട്, കർത്താവിനെ അന്വേഷിച്ച് കർത്താവിനെ പൈതലായി മാറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് തൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഈ മാനുഷികമായി കർത്താവ് നൽകിയിട്ടുള്ള ഈ ശരീരത്തിൽ ഒരു പോറൽ വരുമ്പോൾ നമ്മൾ വേദനിക്കാറുണ്ട്, ഒരു മുറിവ് വരുമ്പോൾ നമ്മൾ വേദനിക്കാറുണ്ട്. പക്ഷേ ഹല്ലേലൂയ, കർത്താവിൻ്റെ ശരീരം മൊത്തം ഉഴവ് ചാലുകൾ പോലെ കീറപ്പെട്ട സ്ഥാനത്ത് കർത്താവ് വീണു പോയില്ല. കാരണം എന്താണ്? നമ്മളെയും എന്നെയും നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് പാനീയയാഗമായി ഹല്ലേലൂയ സ്വന്തം ശരീരത്തെ ഉടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പൗലോസിന്റെ ഒരു വാക്ക് ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ കൊലോസ്യർ 1-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു വാക്കാണ്. കൊലോസ്യർ 1-ാം അധ്യായം 24-ാം വാക്യം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. അവൻ ഏറ്റവും സമ്പന്നനായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് നല്ല പഠിത്തവും നല്ല ആരോഗ്യവും നല്ല ഹല്ലേലൂയ കായിക ബലവും നല്ല ബുദ്ധിയുമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അവൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ ശബ്ദം എന്താണെന്ന് അവൻ കേട്ടപ്പോൾ, കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് അവൻ അറിഞ്ഞു വന്നപ്പോൾ ഹല്ലേലൂയ സ്വന്തം ശരീരത്തെ കർത്താവിന് വേണ്ടി ത്യജിക്കുവാൻ അവൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ്റെ ശരീരത്തിൽ അടിയേൽക്കുന്നത് ഹല്ലേലൂയ അവൻ സന്തോഷിച്ചു. കാരണം ഈ ലോകത്തിലുള്ള നിക്ഷേപത്തിനേക്കാൾ സ്വർഗത്തിലൊരു നിക്ഷേപം കൂട്ടുന്നത് ഒരുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്വന്തം ശരീരത്തെ ഹല്ലേലൂയ തകർക്കുവാൻ തുടങ്ങി. മറ്റുള്ളവർ ഇവനെ ഉപദ്രവിക്കുമ്പോഴും മറ്റുള്ളവർ ഇവനെ തകർക്കുമ്പോഴും ഇവൻ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആത്മീയ ഗീതങ്ങൾ പാടി ഹല്ലേലൂയ കർത്താവിൽ സന്തോഷിച്ച് നടന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വചനം വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട്. പക്ഷെ കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. ത്യജിക്കുവാൻ തക്കതായ ഹല്ലേലൂയ നമ്മളെ തന്നെ ത്യജിക്കുവാൻ തക്കതായ ഈ ലോകത്തിൽ കാണുന്ന പലതിനും ത്യജിക്കുവാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. പറ്റുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു നരകം ഒരുങ്ങി വെച്ചിട്ടുണ്ട്, കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ പോയി വീഴാതിരിക്കണമെങ്കിൽ, നല്ല ശിഷ്യനായി മാറണമെങ്കിൽ, കർത്താവിൽ പ്രിയ മകനും പ്രിയ മകളുമായി മാറണമെങ്കിൽ തന്നെത്താൻ ത്യജിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വചനത്തിൽ കൂടെ നോക്കാമെങ്കിൽ ലൂക്കോസ് 14-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെ പറയുന്നു, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ പിന്നാലെ നടക്കണം. ഹല്ലേലൂയ. ഒന്നാമത് ഞാൻ പറയട്ടെ, നിങ്ങളെ തന്നെ ത്യജിക്കണം. ഹല്ലേലൂയ. ഈ പാപ ലോകത്തിൽ കാണുന്ന നമ്മുടെ സകല
അവയവങ്ങളും മരിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ നടക്കുവാൻ ഒരു വ്യക്തി ആഗ്രഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ മുൻപാകെ ഹല്ലേലൂയ സ്വർഗം തുറക്കുവാൻ കർത്താവ് സർവശക്തനാണ്. യോഹന്നാൻ ഹല്ലേലൂയ പത്മോസിന്റെ ഏകാന്തതയിലായിരുന്ന സമയത്ത് അവന്റെ മുൻപാകെ തുറക്കുവാൻ ഒരു വഴിയുമില്ലായിരുന്നു, ഒരു വാതിലുമില്ലായിരുന്നു. പക്ഷെ അവൻ കർത്താവിന്റെ മാർവോട് ചാരിക്കിടന്നതുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ അവന്റെ മുൻപാകെ തുറക്കുവാനിടയായി. ഹല്ലേലൂയ നടക്കുവാൻ പോകുന്ന സംഭവങ്ങൾ ഹല്ലേലൂയ സഭകൾക്ക് 7 സഭകൾക്ക് ദൂത് എഴുതി കൈമാറുവാൻ അവനെ കർത്താവ് പ്രേരിപ്പിച്ചതുപോലെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ചിലത് ത്യജിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ പിന്നാലെ നടക്കുവാൻ ആഗ്രഹിച്ച് ഒരു വ്യക്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവന്റെ മുൻപാകെ ഹല്ലേലൂയ ലോകത്തിന്റെ വാതിലായിരിക്കത്തില്ല തുറക്കുന്നത്, വിശാലമുള്ള വാതിലായിരിക്കത്തില്ല അവന്റെ മുൻപാകെ തുറക്കുന്നത്. അവന്റെ മുൻപാകെ തുറന്നു വരുന്നത് ഇടുക്കമുള്ള വാതിലായിരിക്കും, ചെറിയ പ്രയാസമുള്ള വാതിലായിരിക്കും. ഹല്ലേലൂയ ഇയ്യോബ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ഹല്ലേലൂയ അവൻ പ്രാർത്ഥിക്കുന്ന, വചനം വായിക്കുന്ന, ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നേരോടെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. പക്ഷേ ശത്രുവായവൻ അവനെ പതിർ പോലെ പാറ്റേണ്ടതിന് കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയായി. ഹല്ലേലൂയ കർത്താവേ, ഇവന്റെ ദേഹത്തൊന്ന് തൊട്ട് കഴിഞ്ഞാൽ, ഇവന്റെ ജീവിതത്തിലൊന്ന് ഇറങ്ങി അങ്ങൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അവൻ കർത്താവിനെ തള്ളിക്കളഞ്ഞ് പോകുവാൻ ഇടയാകുമെന്ന് ശത്രുവായവൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ കർത്താവ് നീ ചെയ്തു, അവന്റെ ജീവനിൽ മാത്രം നീ തുടരുത് എന്ന് കൽപ്പന കൊടുത്ത് അവനെ ഭൂമിയിലോട്ട് അയച്ചു. ഹല്ലേലൂയ അവൻ വന്നിട്ട് അവനുള്ള സകല മക്കളും അവനുള്ള ആടുമാടുകൾ സമ്പത്ത് ഒക്കെയും നഷ്ടപ്പെടുത്തി കളയുവാനിടെ ഒരു കാറ്റിൽ ഹല്ലേലൂയ വചനം വായിക്കുന്നുണ്ട്, ഒരു കാറ്റ് പോലെ ഹല്ലേലൂയ നിമിഷ നേരം കൊണ്ട് സകലത് നഷ്ടപ്പെടുവാനിടയായി. അവന്റെ ശരീരം മൊത്തം വ്രണങ്ങളാൽ നിറയുവാൻ തുടങ്ങി. ഹല്ലേലൂയ പുഴുകൾ ചാടുന്ന നിലവാരത്തിൽ അവന്റെ ശരീരം മാറിപ്പോയി. പക്ഷേ അവൻ കർത്താവിലുള്ള വിശ്വാസം ഒരിക്കലും വിട്ടുകളഞ്ഞെന്ന് അവിടെ വചനം പഠിപ്പിക്കുന്നില്ല. കർത്താവിനെ അവൻ അധികമായി ആരാധിക്കുവാൻ തുടങ്ങി. ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു ശോധന വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് കർത്താവെ എനിക്ക് അങ്ങയുടെ ശിഷ്യനായിരിക്കുവാൻ പറ്റത്തില്ല ഹല്ലേലൂയ എന്ന് പറഞ്ഞു പോകുന്ന വ്യക്തികളാണ് നമ്മൾ പലരും. ഹല്ലേലൂയ ഇവിടെ പത്രോസിന്റെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു. കർത്താവ് ഹല്ലേലൂയ മരിച്ചപ്പോൾ ഹല്ലേലൂയ അവൻ വള്ളവും വലയും എടുത്ത് അവൻ പോകുവാൻ തുടങ്ങി. എനിക്ക് ഇനി വഴി നടത്തുവാൻ കർത്താവില്ലല്ലോ, ഇനി ഞാൻ എങ്ങനെ പോയാലും എനിക്ക് എന്താണ്? ഹല്ലേലൂയ അവന്റെ കൂടെ മറ്റു ശിഷ്യന്മാരും അവന്റെ കൂടെ വരുവാനിടയായി. ഇപ്പോൾ ഒരു വ്യക്തി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് കർത്താവിന്റെ വചനം വായിച്ച് കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, വചനം വായിക്കുന്ന പൈതലാണെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ കണ്ട് ചില വ്യക്തികൾ മാറിപ്പോകുവാൻ തുടങ്ങും. ദൈവത്തിന്റെ നാമം ഹല്ലേലൂയ അവിടെ കളങ്കം വരുത്തുവാൻ ഇടയാകും. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധിയോടെ ജീവിപ്പാൻ ഈ നാളുകൾ നിങ്ങളെ തന്നെ ഒരുക്കണം. നിങ്ങളെ തന്നെ ത്യജിച്ചുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ നടക്കുവാൻ ഒരു വ്യക്തി ഇച്ഛിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ കർത്താവിന്റെ പ്രിയ പൈതലാകുവാനും കർത്താവിന്റെ ശിഷ്യനാകുവാനും ഹല്ലേലൂയ കർത്താവിന്റെ ഹിതം അറിഞ്ഞു ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറും. 1 പത്രോസ് അതിന്റെ 4-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിക്കാമോ? 1 പത്രോസ് അതിന്റെ 4-ാം അധ്യായം 1-2 വാക്യം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ഹല്ലേലൂയ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആധാരമായിരിപ്പീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ഹല്ലേലൂയ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്തു ഈ ഭൂമിയിൽ അവന് പട്ടുമത്തിയോ ഹല്ലേലൂയ ഒന്നും ലഭിച്ചില്ല. പൗലോസിനോ പട്ടുമത്തിയോ എന്തെങ്കിലും ലഭിച്ചു എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ടോ? അവൻ ലഭിച്ചത് കാരാഗ്രഹവും അവിടെ വസിക്കുന്ന എലികളുടെ ശബ്ദവും അതുപോലെ പ്രാണികളുടെ ശബ്ദവും അടികൊള്ളുന്ന വ്യക്തികളുടെ ശബ്ദമായിരുന്നു. പക്ഷേ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്രയോ അവരെക്കാട്ടിലും നമുക്ക് ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, പ്രാർത്ഥിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, വചനം വായിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് നമ്മൾ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് ഈ ലോകത്തിന് വേണ്ടി ഓടുന്ന അനുഭവം ഇന്ന് പകൽ നിങ്ങൾ മാറണം. ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയട്ടെ, ശിഷ്യനായി മാറണമെങ്കിൽ ഹല്ലേലൂയ ഒരു വ്യക്തിയെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. കർത്താവ്
നമ്മളെ സഹായിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നെടുമ്പാട കർത്താവിന് മുൻപാകെ കിടക്കുന്ന ഒരു വ്യക്തിയായി മാറണം. ഹല്ലേലൂയ. അങ്ങനെ കിടന്നാൽ മാത്രമേ ചിലത് പ്രാപിക്കുവാൻ. ഈ യോഹന്നാൻ കർത്താവിന് മാർവോട് ചാരിക്കിടന്നത് കൊണ്ട് അവൻ ചിലത് പ്രാപിക്കുവാൻ തുടങ്ങി. പലരും കർത്താവിന്റെ സന്നിധിയിൽ താണു വീണിരുന്നത് കൊണ്ട് ചിലത് പ്രാപിക്കുവാൻ ഹല്ലേലൂയ കർത്താവ് സഹായിച്ചു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ? ഹല്ലേലൂയ. അവന്റെ മുൻപാകെ സ്വർഗം തുറക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, ഹല്ലേലൂയ, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഹല്ലേലൂയ. പച്ച എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായതാണ്, നമ്മുടെ കണ്ണിന് കാണുവാൻ ഇമ്പമുള്ളതാണ്. ഹല്ലേലൂയ. ഒരിക്കലും അവിടെ നമുക്ക് പ്രയാസം വരുന്നില്ല, പ്രശ്നം വരുന്നില്ല, എപ്പോഴും സന്തോഷമാകുന്നു. ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, അവൻ ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ. ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കണമോ നിങ്ങൾ? ഞാനും നിങ്ങളും അങ്ങനെ ഇരിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ നല്ല ശിഷ്യനായി മാറണം. ഹല്ലേലൂയ. നല്ല പൈതലായി മാറണം. ക്രിസ്തുവിന് ഉള്ളതിന് ഓഹരിക്കാരായി മാറണമെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഹല്ലേലൂയ, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവിനുള്ള സകലത്തിന് ഞാൻ ഓഹരിക്കാരാണ്, പക്ഷെ കർത്താവിന്റെ ശിഷ്യനാകുവാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലരും ഹല്ലേലൂയ മാറിപ്പോകുന്ന വ്യക്തികളാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിന്റെ ശിഷ്യനായി മാറിക്കഴിഞ്ഞാൽ, കർത്താവിന്റെ പ്രിയ പൈതലായി മാറിക്കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അവന് ചില ആത്മീയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകുവാൻ ഇടയാകും. ഹല്ലേലൂയ. ആവർത്തന പുസ്തകത്തിൽ അതിന്റെ 23-ാം അധ്യായം അങ്ങോട്ടൊക്കെ വായിച്ചു വരുമ്പോൾ അനേകം നിലവാരത്തിലുള്ള ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ അവിടെ കാണാം. ഹല്ലേലൂയ. ആ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സിദ്ധിക്കണമെങ്കിൽ, ആ അനുഗ്രഹത്തിലൂടെ നടക്കണമെങ്കിൽ ഇന്ന് പകൽ കർത്താവിന്റെ ശിഷ്യനായി മാറിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആരാധിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് പോകാം. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ പ്രിയ പൈതലായി മാറണമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ വിശുദ്ധിയോടെ നടന്നുകൊണ്ട്, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി പാടി, കർത്താവിന് വേണ്ടി ഹല്ലേലൂയ വചനം വായിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അവന്റെ ശിഷ്യനായി മാറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവിന്റെ അടുക്കൽ ചെന്ന് കർത്താവിന്റെ പൊന്മുഖം കാണുവാൻ നമ്മളെ കൊണ്ട് കഴിയും. അല്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ സ്വർഗത്തെത്തിയേക്കാം, പക്ഷേ വാതിലിന്റെ അടുത്ത് നിന്നെ കർത്താവിനെ കാണുവാൻ പറ്റാത്തുള്ളൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിന്റെ ശിഷ്യനായി മാറണമെങ്കിൽ പലതിനെ ത്യജിക്കേണ്ടി വരും. ഹല്ലേലൂയ. ദിനംതോറും കർത്താവിന്റെ പൊന്മുഖം നോക്കി യാത്ര ചെയ്യുന്ന ഒരു പൈതലായി മാറും. വചന സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിനെ നോക്കി കർത്താവിന്റെ സന്നിധിയിലിരിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ, അവന്റെ സന്നിധിയിൽ കർത്താവ് സ്വർഗത്തെ തുറക്കും. അവന്റെ മുൻപാകെ, ഹല്ലേലൂയ, അവന്റെ മുൻപാകെ അടഞ്ഞു കിടക്കുന്ന വഴികൾ തുറക്കും. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കർത്താവ് നൽകും. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും, ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, മറ്റുള്ളവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ലേ? കർത്താവ് കേൾക്കും, പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തി എപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ താണു വീണിരിക്കുന്നു, അവനെ തന്നെ ഉടച്ചിരിക്കുന്നു, അവന്റെ ശിഷ്യനാകുന്നു. ഇപ്പോ ഹല്ലേലൂയ ഈ ലോകത്തിൽ തന്നെ നോക്കാമെങ്കിൽ ഒരു അമ്മയ്ക്ക്, ഹല്ലേലൂയ, അവന്റെ പൈതൽ എന്ന് വെച്ചാൽ ഏറ്റവും പ്രിയനാണ്. അവന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നിരുന്നാലും, വേദനകൾ വന്നിരുന്നാലും, ഇപ്പോൾ തന്നെ പാപം വന്നിരുന്നാൽ പോലും, ഹല്ലേലൂയ, തെറ്റ് വന്നിരുന്നാൽ പോലും അവന്റെ അമ്മയ്ക്ക്, ഹല്ലേലൂയ, അവൻ അവരുടെ പ്രിയ പൈതലാണ്. ഒരിക്കലും അവർ തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിന്റെ പൈതലാണെങ്കിൽ നമ്മൾ പല തെറ്റുകൾ പോയിട്ട്, പലവിധമായ പാപത്തിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ട്, പലർക്ക് വിരോധമായി സംസാരിച്ചിട്ട്, പലർക്ക് വിരോധമായി നമ്മുടെ വായുകൾ പൊങ്ങിയിട്ടും ഇപ്പോഴും കർത്താവ് സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. കർത്താവ് എൻ്റെ അപ്പനായി ഇരിക്കുന്നത് കൊണ്ടാണ്. കർത്താവ് ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം എടുത്തിട്ടേ മടങ്ങിപ്പോകാൻ പാടുള്ളൂ. ഹല്ലേലൂയ. വചനത്തിൽ അനേകം വചനങ്ങൾ പറയുന്നുണ്ട്, കർത്താവിന്റെ പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവന്റെ ശിഷ്യനായി മാറുവാൻ പറ്റത്തുള്ളൂ. ഈ ലൂക്കോസ് അതിന്റെ 9-ാം അധ്യായം 23, 24, 25 വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് അതിന്റെ 9-ാം അധ്യായം 23, 24, 25 വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പീൻ. ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവൻ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഹല്ലേലൂയ. അവിടെ 2-ാമത്തെ വാക്യത്തിൽ ബി പാർട്ട് ഇങ്ങനെ പറയുന്നു,
എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഞാനിപ്പോൾ പാനീയയാഗമായി ഒഴുക്കപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹല്ലേലൂയ. അവൻ പറഞ്ഞ ആ വാക്കിൻ്റെ ആഴങ്ങൾ നോക്കാമെങ്കിൽ ഏറ്റവും വേദനയുടെ നടുവിൽ, ഏറ്റവും പ്രയാസത്തിൻ്റെ നടുവിൽ ആയിരുന്ന സമയത്ത് അവൻ കർത്താവിനെ സ്തുതിച്ചു. ഒരു സന്തോഷം അവൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനിപ്പോൾ മരിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലൊക്കെ ഒരു വ്യക്തിയെ കൊല്ലുവാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ പറയും, ഹല്ലേലൂയ, എന്നെ കൊല്ലരുതേ, എന്നെ കൊല്ലരുതേ, ഞാൻ ഹല്ലേലൂയ തകരുവാൻ പോകുകയാണ്. അവൻ വിഷമവും ഭാരവുമായിരിക്കും. പക്ഷേ പൗലോസ് നെഞ്ചം വിരിച്ച്, ഞാനിപ്പോൾ പാനീയാഗമായി ഒഴുകുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാനിപ്പോൾ മരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് എനിക്കൊന്ന് കാണാമല്ലോ. ആ ഒരു വിശ്വാസം വരണമെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യനായി ഇരുന്നാൽ മാത്രമേ, സകലത് ത്യജിച്ചാൽ മാത്രമേ. അവൻ ത്യജിച്ചു. അവൻ്റെ ശരീരത്തിൽ ഒക്കെയും മുറിവുകളും പാടുകളും ചതവുകളും ഒക്കെയുമാണ്, വേദനകളൊക്കെയുമാണ്. പക്ഷേ കർത്താവ് നിമിത്തം അവൻ സകലതിനെ ത്യജിച്ചിട്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ അവൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചതുപോലെ. 2 തിമോത്തിയോസ് അതിൻ്റെ 3-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർ എല്ലാം ഉപദ്രവം ഉണ്ടാകും. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ഓടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. അവന് പട്ടുമെത്തയല്ല ഒരിക്കലും കിട്ടുന്നത്, അവന് ഉപദ്രവങ്ങളായിരിക്കും കിട്ടുന്നതെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പച്ച മരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഹല്ലേലൂയ ചുള്ളികളും ഉണക്ക വൃക്ഷമാകുന്ന നമ്മളോട് എത്ര അധികം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എങ്കിലും വിശ്വാസം കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ പ്രിയ ശിഷ്യനായി മാറുവാൻ കർത്താവ് നമ്മളെ ഇടവരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കൊലോസ്യർ 1-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ ബ്രദറെ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവൻ പറഞ്ഞു പൂരിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ, ഞാൻ പൂരിപ്പിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. എങ്ങനെ പൂരിപ്പിക്കുവാൻ കഴിയും? കർത്താവിന്റെ ക്രൂശ് ചുമ എടുത്തുകൊണ്ട് ദിനത്തോറും കർത്താവിന്റെ മുഖം അന്വേഷിച്ച് പലതും ത്യജിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഞാൻ ഈ കർത്താവിന്റെ ഹല്ലേലൂയ കർത്താവിന്റെ പൈതലായി മാറിയുവാൻ അനേകം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പലതും എനിക്ക് വേദനയായിട്ട് തോന്നിയിട്ടുണ്ട്, പലതും മാറ്റുവാൻ എനിക്ക് പ്രയാസമായി തോന്നിയിട്ടുണ്ട്. എങ്കിലും ഹല്ലേലൂയ എനിക്ക് മാറ്റണമെന്ന് തോന്നി കർത്താവിന്റെ സന്നിധിയിൽ നെടുമ്പാട വീഴുവാൻ ഇടയായി. കർത്താവ് അതിൽ നിന്നൊരു മോചനത്തെ തന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപാകെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് വിശ്വസ്തയോടെ പറയട്ടെ, നിങ്ങൾക്ക് ശിഷ്യനായി മാറണമെങ്കിൽ, കർത്താവിന്റെ പൊന്മുഖം നോക്കി യാത്ര ചെയ്യണമെങ്കിൽ, പൗലോസ് പറഞ്ഞതുപോലെ അവന്റെ ശരീരത്തിന് വേണ്ടി ഹല്ലേലൂയ പൂരിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചിലത് പൂരിപ്പിക്കണമെങ്കിൽ, കർത്താവിന്റെ ഹല്ലേലൂയ പൊന്മുഖം നോക്കി യാത്ര ചെയ്യണമെങ്കിൽ, ഇന്ന് പകൽക്കാലം പലതിനും ത്യജിച്ച് ഒരു തീരുമാനത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരുന്നു കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങളെ പണിത് പുറത്തെടുത്ത് പുതിയൊരു വ്യക്തിയായി, നല്ല വക മുന്തിരിവള്ളിയായി, നല്ല ഫലം കായ്ക്കുന്ന, മറ്റുള്ളവർക്ക് മധുരം പടർത്തുന്ന നിലവാരത്തിൽ കായ്ക്കുന്ന മുന്തിരിവള്ളിയാക്കി നിങ്ങളെ കർത്താവ് മാറ്റുവാൻ കർത്താവ് സർവശക്തനാണ്. നമുക്ക് കണ്ണുകളെ മൂടാമോ? ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്ത് വരികയാണപ്പാ. കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം അപ്പാ. അങ്ങേ പിൻപറ്റി അങ്ങയുടെ പാദപീഠത്തിൽ മുന്നോട്ട് വരുവാൻ ഞങ്ങളങ്ങ് സഹായിക്കുക, ഞങ്ങളങ്ങ് സഹായിക്കുക പിതാവേ. ദുഷ്ടനോട് പോരാടി ജയിക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ നാൾ തോറും അങ്ങേ നോക്കി ഉദയം മുതൽ അസ്തമയം വരെ ഹല്ലേലൂയ അങ്ങയുടെ പൈതലായി അങ്ങയുടെ പൊന്മുഖം നോക്കി ഹല്ലേലൂയ 24 മണിക്കൂറും എനിക്ക് കിട്ടുന്ന അവസരമൊക്കെയും ഞാൻ അങ്ങേ സ്തുതിച്ചുകൊണ്ട്, അങ്ങേ മഹത്വം കരയറ്റിക്കൊണ്ട് അപ്പാ മുന്നോട്ട് പോകുവാൻ, അങ്ങയുടെ മുഖം നോക്കി മുന്നോട്ട് പോകുവാൻ
ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുക പിതാവേ. ഒരു തീരുമാനത്തോടെ ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്ത് വരികയാണ്. ഇന്നു മുതൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖം നോക്കി യാത്ര ചെയ്യുന്ന നല്ലൊരു ശിഷ്യനായി മാറണം അപ്പ. ഞങ്ങൾ ഇതുവരെ പലതും നോക്കി മുന്നോട്ട് പോയ വ്യക്തിയാണ്. ഇന്ന് പകൽ